ഹായ് REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള TVSന്റെ അപ്പാച്ചി RR3 ആണ് കേട്ടോ. BMWയുടെ ലോഗോ ഒക്കെ കണ്ടിട്ട് ഇതൊരു BMW ആണെന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് ഇതിൻ്റെ ഓണർ TVS അപ്പാച്ചി RR3 കൺവേർട്ട് ചെയ്തൊരു BMW RR3 ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസിലൂടെ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് സ്റ്റാർട്ട് ചെയ്താലോ. ട്രയംഫ് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രയംഫ് സ്പീഡ് ട്രിപ്പിൾ 1200 RX അങ്ങനെ അൺവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്യുവർ റോഡ് ലീഗലായിട്ടുള്ള ട്രാക്ക് ഫോക്കസ് മോട്ടോർ സൈക്കിളാണ് ഈ ഒരു 1200 RX. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ നമുക്കിത് ട്രാക്ക് ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ പാസ് ലോ ആണ്, ഫുഡ് പാക്സ് ഒക്കെ ഹൈ ആണ്, പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ കാർബൺ ഫൈബർ പാർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ സിസ്റ്റം ആക്രാ മൂവിങ്ങിൻ്റെ എക്സോസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ട്രയംഫ് ആയതുകൊണ്ട് തന്നെ കുറേയേറെ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ട്രാക്ഷൻ കൺട്രോൾ, ABS, പിന്നെ 6 ആക്സിസ് IMU ഉള്ളതുകൊണ്ട് തന്നെ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ABS, പിന്നെ വീലി കൺട്രോൾ, റിയർ വീൽ ലിഫ്റ്റ് ഓഫ് എന്നിങ്ങനെ വേണ്ട കുറേ കൺട്രോളൊക്കെ ആയിട്ടാണ് ഈ ട്രയംഫിൻ്റെ മോട്ടോർ സൈക്കിൾ വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് കീലെസ് ഇഗ്നിഷൻ വരുന്നതാണ്. പിന്നെ അങ്ങനെ കുറേയേറെ ഫങ്ഷൻസ് ഒക്കെ ആയിട്ടാണ് പുതിയ ട്രയംഫിൻ്റെ 1200 RX അങ്ങനെ അൺവീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു ലിമിറ്റഡ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഗ്ലോബലി തന്നെ വെറും 1200 യൂണിറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആവുന്നത്. ഇന്ത്യയിൽ തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇതുവരെ കൺഫേം പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ട്രയംഫിൻ്റെ 1200 RXനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ. പിന്നെ നമുക്ക് അടുത്ത ന്യൂസായിട്ട് നമുക്ക് രണ്ട് സ്കൂട്ടേഴ്സിൻ്റെ കാര്യം നോക്കിയാലോ. 2025 സുസുക്കിയുടെ ആക്സസ് 125 അങ്ങനെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് എന്താണ് മാറ്റങ്ങൾ നോക്കുമ്പോൾ പുതുതായിട്ട് ഒരു കളർഫുൾ TFT മീറ്റർ കൺസോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു ടച്ച് സ്ക്രീൻ കേപ്പബിൾ ആണോ, ടച്ച് സ്ക്രീൻ കേപ്പബിൾ അല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു പുതിയ മീറ്റർ കൺസോൾ TFT കളർഫുൾ മീറ്റർ കൺസോൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1,02,000 രൂപ എക്സ്ഷോറൂം പ്രൈസിനാണ് പുതിയ ആക്സസ് 125 വരുന്നത്. പിന്നെ അടുത്ത സ്കൂട്ടേഴ്സിൻ്റെ ന്യൂസ് നോക്കുമ്പോൾ TVSൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ. TVSൻ്റെ iQube എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അറിയാമല്ലോ. അത് കംപ്ലീറ്റ്ലി കുറേയേറെ ചേഞ്ചസ് ഒക്കെ ആയിട്ട് പുതിയൊരു സ്കൂട്ടർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കപ്പാസിറ്റി അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു മിഡ് സ്പെക് വേരിയൻ്റ് ഇരുന്ന് 3.1 kWh ബാറ്ററിയിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഒരു 3.3 kWh ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രീമിയം വേരിയൻറ്റിൽ ഒരു 5.1 kWh ഇന്ന് ഒരു 5.4 kWh ബാറ്ററി ചേഞ്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കിലോമീറ്റർ റേഞ്ചും അതേപടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ TFT മീറ്റർ കൺസോൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രീമിയം വേരിയൻറ്റിലോട്ട് നോക്കുമ്പോൾ ഒരു 7 ഇഞ്ച് ആയിട്ടുള്ള കളർഫുൾ TFT ടച്ച് സ്ക്രീൻ കേപ്പബിൾ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ മിഡ് വേരിയൻറ്റിലോട്ട് നോക്കുമ്പോൾ ടച്ച് സ്ക്രീൻ കേപ്പബിൾ അല്ല, എന്നാൽ അവിടെ 7 ഇഞ്ചിൻ്റെ കളർഫുൾ TFT മീറ്റർ കൺസോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസ് വേരിയൻറ്റിലോട്ട് നോക്കുമ്പോൾ ഒരു 5 ഇഞ്ച് കളർഫുൾ TFT മീറ്റർ കൺസോളാണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു TFT മീറ്റർ കൺസോൾ ഇനി തൊട്ട് iQube വരുന്നതായിരിക്കും. പ്രൈസ് ഫിഗേഴ്സ് വേരിയിങ് ആണ്. ലൈക്ക് 1 lakh to 1.6 lakhിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്കൂട്ടേഴ്സ് അവൈലബിൾ ആവുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോണ്ടയുടെ സൈഡിൽ നിന്നാണ്. ഹോണ്ടയുടെ സെക്കൻഡ് ജനറേഷനിലുള്ള അമേസ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് VX വേരിയൻറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ഡിസ്കണ്ടിന്യൂ ആയിരിക്കുന്നത്. ബിക്കോസ് തേർഡ് ജനറേഷൻ അമേസ് ഓൾറെഡി ഇന്ത്യയിൽ ഡിസംബറിലൊക്കെ ആയിരുന്നപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർ സെക്കൻഡ് ജനറേഷൻ പതുക്കെ ഒന്ന് ഒതുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അടുത്ത ന്യൂസ് കംപ്ലീറ്റ്ലി ഒരു ക്രൂസർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. ബിക്കോസ് ഹോണ്ട ഫൈനലി അവരുടെ ക്രൂസർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള REVSOUL 500 ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 5,12,000 രൂപയ്ക്കാണ് ഈ ഒരു ക്രൂസർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 470cc പാരലൽ ടു എഞ്ചിനാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 45 bhpയും ഒരു 43 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ക്രൂസർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ അഫ്കോഴ്സ് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. റിയർ സൈഡ് ഒരു ഡ്യുവൽ ഷോക്ക് അബ്സോർബർ, അത് ഷോവയുടെ സൈഡിൽ നിന്നുള്ള സസ്പെൻഷനാണ് റിയർ സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് ഒരു 130 സെഷൻ്റെ ടയേഴ്സ് ആണെങ്കിൽ റിയർ സൈഡ് ഒരു 150 സെഷൻ്റെ ടയേഴ്സ് ആണ് റിയർ സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു LCD മീറ്റർ കൺസോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് REVSOULിൻ്റെ ന്യൂസ് എന്നൊക്കെ പറയാനായിട്ട്. പിന്നെ നമുക്ക് ജൂണിലായിരിക്കും ഇതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു REVSOUL 500ൻ്റെ. പിന്നെ അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ്. യെസ്, ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാം. ബിക്കോസ് BMW അടുത്ത നാളെ മറ്റന്നാൾ May 23 ഒരു പുതിയ മോട്ടോർ സൈക്കിൾ എന്തായാലും അൺവീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു S1000 RRൻ്റെ ലുക്കൊക്കെ കാണുന്നുണ്ട്. ഓൾറെഡി അവർ ലൈക്ക് 2025ൻ്റെ അപ്ഡേറ്റ്സ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മേ ബി ലൈക്ക് ഒരു 2026ൻ്റെ S1000 RR അപ്ഡേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ളതെന്ന് വെക്കുമ്പോൾ നമുക്ക് BMW HP4 റേസ് എന്ന മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലോ, മേ ബി അതിൻ്റെ ഒരു 2025 അപ്ഡേറ്റ് ആയിട്ടുള്ള വേരിയൻ്റ് ആയിരിക്കും വരാൻ സാധിക്കുന്നത്. എന്തായാലും അറിയാൻ സാധിക്കുന്നത് നമുക്കൊരു May 23 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഏതാ ബൈക്ക് വരുന്നതെന്ന് ഓഫ്കോഴ്സ് അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ KTMൻ്റെ സൈഡിൽ നിന്നാണ്.
KTMന്റെ സൈഡിൽ നിന്ന് എന്താ ന്യൂസ് നിൽക്കുമ്പോൾ KTMന്റെ കുറച്ച് ബൈക്കിനെ അവർ പ്രൈസ് ഹൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഏറ്റവും കുറവ് പ്രൈസ് ഹൈക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTMന്റെ ഡ്യൂക്ക് 390 1,000 റുപ്പീസിൻ്റെ പ്രൈസ് ഹൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ KTMന്റെ ഡ്യൂക്ക് 250 അതേപോലെ തന്നെ RC 390 ഈ രണ്ട് മോട്ടോർ സൈക്കിളിന് ഒരു 5,000 റുപ്പീസിൻ്റെ പ്രൈസ് ഹൈക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ KTMന്റെ ഏറ്റവും പ്രൈസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് RC 200 ഒരു 11,000 രൂപയുടെ പ്രൈസ് ഹൈക്കാണ് KTM RC 200 അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഹൈക്കൊക്കെയാണ് ഇപ്പോൾ കറൻറ്റ്ലി KTM കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് എ സെക്കൻഡ്, ഈ ഒരു ട്രാഫിക് ഒന്ന് കഴിഞ്ഞോട്ടെ. അവിടെ നിന്ന് ഒരു യൂട്ടേൺ എടുക്കേണ്ടി വന്നു, ബിക്കോസ് അങ്ങോട്ടുള്ള റോഡ് അത്ര മോശം, ഐ മീൻ കുറച്ചൊന്ന് മോശമായി കിടന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി ന്യൂസ് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതായിട്ടൊരു ഹാപ്പി ന്യൂസ് ആണ് കേട്ടോ, ബിക്കോസ് വോൾക്സ്വാഗൻ്റെ ഗോൾഫ് GTI ഫൈനലി അങ്ങനെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. മെയ് 26 ഇന്ത്യയിൽ നമുക്ക് ഗോൾഫ് GTI ലോഞ്ച് ആവുന്നതായിരിക്കും. ഒരു കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് അഥവാ ഒരു CB യൂണിറ്റാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത്. കാറിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കൊരു 8.5 MK എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ, അതായത് 8th ജനറേഷൻ ഗോൾഫ് GTI ആണ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് കേട്ടോ. ഒരു 2 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 265 bhp 370 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു വോൾക്സ്വാഗൻ്റെ ഗോൾഫ് GTIക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് ഗോൾഫ് GTI ഒരു ഹോട്ടസ്റ്റ് ഹാച്ച് ബാക്ക് എന്ന് പറയാം, ഒരു സ്പോർട്സ് ഹാച്ച് ബാക്ക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൻ്റെ പ്രൈസിങ്ങിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 40 to 50 lakhs ഇടയ്ക്കാണെന്നാണ്. ഇതുവരെ പ്രൈസ് ഫിഗേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രമാത്രം വെയിറ്റ് ചെയ്തില്ല, ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഗോൾഫ് GTI മാർക്കറ്റിലോട്ട് ലോഞ്ച് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ വീഡിയോ ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡപ്പ് ചെയ്യും. ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമുക്ക് യമഹയുടെ സൈഡിൽ നിന്നാണ് കേട്ടോ. ബിക്കോസ് യമഹ ഇന്ത്യൻ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന സ്കൂട്ടേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ബൈക്സിന് ഒരു 10 വർഷത്തിൻ്റെ എക്സ്റ്റെൻഡഡ് വാറൻറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, നമുക്ക് ഇപ്പോൾ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള ഫെസിനോ, റേ, അതേപോലെ തന്നെ എയറോക്സ്, പിന്നെ നമുക്ക് ബൈക്സ് ആയിട്ട് വരുന്ന MT, FC, RN5 എന്നീ വണ്ടികൾക്കൊക്കെ അവരൊരു 10 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറൻറ്റി ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു 2 വർഷത്തെ വാറൻറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ എക്സ്റ്റെൻഡഡ് വാറൻറ്റി പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഹൈബ്രിഡ് സ്കൂട്ടേഴ്സ് ആയിട്ടുള്ള ഫെസിനോ, റേ, എയറോക്സിനൊക്കെ 1,00,000 കിലോമീറ്റേഴ്സ് അഥവാ 10 വർഷത്തെ വാറൻറ്റി പീരീഡ്. പിന്നെ ഈ പറഞ്ഞ ബൈക്ക് FC, MT, RN5 1,25,000 കിലോമീറ്റർ അഥവാ 10 വർഷത്തെ ഒരു വാറൻറ്റി ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സ്റ്റെൻഡഡ് വാറൻറ്റി പാക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ, ഫ്യൂവൽ പമ്പ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും കേടുപാട് വന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. മേ ബി സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ നമുക്ക് വാറൻറ്റി ഒരിക്കലും R3 MT O3 കിട്ടില്ല, ബിക്കോസ് അതൊരു കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ഹാപ്പി ന്യൂസ് നമുക്ക് R3 കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസായിട്ട് പറയാനുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ന്യൂസുമായിട്ട് കാണാം. അപ്പോൾ അതുവരെയ്ക്കും ഓക്കെ, ബൈ. ഒരു ബ്യൂട്ടിഫുൾ കോർണർ ഉണ്ടല്ലോ, പക്ഷെ ഫ്രണ്ടിലൊരു കാറുണ്ട്. ഫൺ തന്നെയാണ് കേട്ടോ. BS4 Apache RR 310. ഓക്കെ, ബൈ ഗൈസ്.